നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. യെസ്, ഫുട്ബോൾ ലോകം ഒരു എൽ ക്ലാസിക്കോ മൂഡിലേക്ക് മാറിയിരിക്കുന്നു. നാളെയാണ് സൂപ്പർ കോപ്പ ഡി എസ്പാനയുടെ ഫൈനൽ മത്സരം. സൗദി അറേബ്യയിലെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിൽ നാളെ രാത്രി ഇന്ത്യൻ സമയം 12:30, അതായത് സാങ്കേതികമായിട്ട് മറ്റന്നാൾ പുലർച്ചെ ഇന്ത്യൻ സമയം 12:30 ഈ രണ്ട് ടീമുകൾ റയൽ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ കൊമ്പ് കോർക്കുകയാണ്. മത്സരത്തിന് മുന്നോടിയായിട്ട് രണ്ട് ടീമിൻ്റെയും കോച്ചുമാരുടെ പത്രസമ്മേളനം ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട്. കുറേ കാര്യങ്ങൾ അവർ വിശദീകരിച്ചിട്ടുണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഇപ്പോൾ ഹൻസി ഫ്ലിക്കിനോടൊരു ചോദ്യം. റയൽ മാഡ്രിഡിനെതിരെയാണ് കളി, നിങ്ങൾ എങ്ങനെ കാണുന്നു? റയലിൻ്റെ ടീമിനെ എങ്ങനെ കാണുന്നു? വിജയിക്കാൻ സാധ്യതയുണ്ടോ? ആ ചോദ്യത്തിനൊരു കാരണം, ഇപ്പോൾ കഴിഞ്ഞ സൂപ്പർ കോപ്പ ഡി എസ്പാനയിൽ ഫൈനൽ മത്സരത്തിൽ ഇതേ കിങ് അബ്ദുള്ള സ്റ്റേഡിയത്തിൽ റയലിനെ പരാജയപ്പെടുത്തിയിട്ടാണ് ബാഴ്സലോണ കിരീടം ചൂടിയത്. എന്നാൽ ഇപ്പോൾ ഈ സീസണിൽ എൽ ക്ലാസിക്കോയിൽ ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നല്ലോ. ലലീഗയിൽ സാന്റിയാഗോ ബെർനാബ്യൂവിൽ അന്ന് ജയിച്ചു കയറിയത് റയൽ മാഡ്രിഡ് ആയിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ചോദ്യം വരുന്നത്. അപ്പോൾ ഹൻസി ഫ്ലിക്കിൻ്റെ മറുപടി, റയൽ മാഡ്രിഡ് ഒരു ഫാന്റാസ്റ്റിക് ടീമാണ്, ഇൻക്രെഡിബിൾ ക്വാളിറ്റീസ് ഉള്ള വളരെ മികച്ച പ്ലെയേഴ്സ് അവർക്കുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ടീമിലാണ് ഇപ്പോൾ ഫോക്കസ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഈ മത്സരം വിജയിക്കാൻ പറ്റും, കിരീടം ചൂടാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എല്ലാവരും അപ്രീസിയേറ്റ് ചെയ്യുന്നു ഒരുപാട് ഞങ്ങൾ വിജയിച്ചു, അല്ലെങ്കിൽ ഫൈനലിൽ റയലിനെതിരെ കളിക്കാൻ പോകുന്നു എന്നതിൽ ഇപ്പോൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോക്കെതിരെയുള്ള കളിയുടെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ എല്ലാവരും അപ്രീസിയേറ്റ് ചെയ്യുന്നുണ്ട്. ഏതായാലും ഇത് ഒരു ടൈറ്റിൽ ക്ലാസിക്കോ മാച്ചാണ്. തീർച്ചയായിട്ടും ആ സെയിം പെർഫോമൻസ്, അത്ലറ്റിക് ക്ലബിനെതിരെ എന്ത് പെർഫോമൻസ് ടീം നടത്തിയോ ആ സെയിം പെർഫോമൻസ് ഇവിടെ വീണ്ടും കാണണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആ കളിയിൽ ഞങ്ങളൊരു ടീം എന്ന രൂപത്തിൽ ഒത്തൊരുമിച്ച് നിന്നൊരു സിംഗിൾ യൂണിറ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തത്. എൻ്റെ ടീമിൻ്റെ കാര്യത്തിൽ എനിക്ക് ഗുഡ് ഫീലിംഗ് ആണുള്ളത്. അവര് ആരാധകർക്ക് മുന്നിൽ, ഫാമിലീസിൻ്റെ മുന്നിൽ, ഈ ക്ലബിന് എല്ലാം അവർ തെളിയിച്ചു കൊടുക്കും. അവരെ കൊണ്ട് കഴിയും എന്നുള്ളത് അവർ തെളിയിച്ചു കൊടുക്കും. അതോടൊപ്പം തന്നെ അവർ കേപ്പബിൾ ആണ്, വെരി ഹൈ ലെവലിൽ കേപ്പബിൾ ആണ് എന്നവർ സ്വയം അടയാളപ്പെടുത്തും. അതാണ് എനിക്ക് ഇമ്പോർട്ടൻറ്റ്, അത് മാത്രമാണ് ഇമ്പോർട്ടൻറ്റ്. അതുകൊണ്ട് തന്നെ മാഡ്രിഡ് എന്ത് ചെയ്യുന്നോ, മാഡ്രിഡിന്റെ ടീം എന്താണോ, അതൊന്നും എൻ്റെ കൺസേണേ അല്ല എന്നുകൂടി ഇപ്പോൾ കോച്ച് ഹൻസി ഫ്ലിക്ക് പറയുമ്പോൾ കാര്യം വളരെ വ്യക്തമാണ്. വെൽ പ്രിപ്പയർഡ് ആയിട്ട് തങ്ങളുടെ ശക്തി ദൗർബല്യങ്ങളെ കുറിച്ച് കൃത്യമായിട്ട് ഒരു ധാരണയുമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ് FC ബാഴ്സലോണ. നാളെ ജിദ്ദ നഗരത്തിലെ കിങ് അബ്ദുള്ള സ്പോർട്സ് സിറ്റിയിലെ ഓരോ പുൽനാമ്പിനും തീ പിടിക്കുമെന്ന് ഉറപ്പാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.